പഴനിയിലെ വെയിലിൽ ഞങ്ങളൊന്ന് വാടിക്കരിഞ്ഞു പോയി എന്ന് പറയുന്നതിൽ തെറ്റില്ല. 2 മണിയോടുകൂടെ ഞങ്ങൾ റൂമിലെത്തുകയും ഫുഡ് കഴിച്ച് എല്ലാവരും കിടന്നുറങ്ങി കേട്ടോ. മക്കളൊക്കെ ഉറങ്ങുകയാണ്. എഴുന്നേറ്റ് കുളിച്ചൊരു ചായയും കുടിച്ചിരുന്ന് അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും യാത്ര തുടങ്ങി. പഴനിയിൽ നിന്ന് വൈകുന്നേരം 5 മണിയോടുകൂടെ ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് യാത്ര തിരിച്ചു. വൈകുന്നേരത്തെ യാത്ര സ്വതവേ ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അധികം ചൂടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ നല്ല രസമായിട്ട് പോകാൻ പറ്റും. എപ്പോഴും യാത്രകൾ പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം വൈകുന്നേരമാണ്. ചായുന്ന സൂര്യൻ്റെ ചെറിയ വെയിലേറ്റ് കൊണ്ടുള്ള യാത്ര മനസ്സിന് ഉന്മേഷമാണ്, ആനന്ദമാണ്. അപ്പോൾ നിഞ്ചു ഞങ്ങളുടെ നടുക്കായി. നിരഞ്ജനെ നടുക്കിരുത്തി പോണതൊക്കെ അവൻ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. ഒരു പോളി വൈബാണ്. നിരഞ്ജൻ നല്ല രസമാണ് എന്നോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാൻ. ഞങ്ങൾ അവിടുന്ന് ഒരു ചായ എല്ലാം കുടിച്ചു. നല്ല അടിപൊളി ചായ. തമിഴ്നാട്ടിലെ ചായയും കാപ്പിയൊക്കെ സൂപ്പറാണ് കേട്ടോ. അവിടുന്ന് ചായയെല്ലാം കുടിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. ആ മലനിരകൾ കാണുന്നുണ്ടോ, അവിടേക്കാണ് ഞങ്ങൾക്ക് എത്തേണ്ടത്. നല്ല യാത്ര കണ്ടോ, നല്ല ചായുന്ന സൂര്യൻ്റെ സുഖമുള്ള വെയിലും തട്ടി ഇങ്ങനെ യാത്ര പോവുകയാണ്. ഓരോ യാത്രയിലും പ്രകൃതി നമ്മൾക്കായി മാത്രം ചിലത് കരുതിയിട്ടുണ്ടാവും. ഈ യാത്രയിലും അത്തരം കുറേ കരുതലുകൾ പ്രകൃതി നമുക്കായി നൽകിയതാണ് ഈ കാണുന്നതൊക്കെ. എത്ര മനോഹരമാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ. പച്ചപ്പും ഹരിതാഭയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കുളിർന്നൊരു സ്ഥലം എന്ന് തന്നെ ഇതിന് പറയാം. ഈ മല ഒരു അമ്പലമാണ് കേട്ടോ. ഇവിടേക്ക് റോപ്പ് വേ ഉണ്ടായിരുന്നു പോവാനായിട്ട്. കണ്ടോ, പുളിമരങ്ങളാണ് ഇത് മൊത്തം. പുളിമരങ്ങൾ കുടചൂടി നിൽക്കുന്ന പാതയിലൂടെ ഒരു സായാഹ്ന സവാരിയാണ് ഞങ്ങൾക്ക് അവിടെ ലഭിച്ചത്. ഇതിങ്ങനെ ഞാൻ കാഴ്ചകളും കണ്ടിരിക്കുമ്പോൾ നിരഞ്ജൻ എന്നെ ഒന്ന് ഷൂട്ട് ചെയ്തെടുത്താണ്. എൻ്റെ മുഖത്തെ ചിരി കണ്ടോ, അതെൻ്റെ മനസ്സിലെ ചിരി തന്നെയാണ്. എത്ര ഭംഗിയാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ. കേരളത്തിലുള്ള സ്ഥലങ്ങൾ പോലെ തന്നെ ഇത് വേറൊരു ഭൂപ്രകൃതി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതൊരു മാന്തോപ്പാണ് കേട്ടോ. അവിടെ നിറയെ മാന്തോപ്പ് ഉണ്ടായിരുന്നു. ഈ മാന്തോപ്പ് പൊള്ളാച്ചി ഭാഗത്തൊക്കെ നിറയെ തെങ്ങായിരുന്നെങ്കിൽ ഇവിടെ മാങ്ങയും പുളിയായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചാണ്. ആ മലയുടെ മേലെയാണ് ഞങ്ങൾക്ക് എത്തേണ്ടത് കേട്ടോ. സീരിയസ്ലി വെരി ബ്യൂട്ടിഫുൾ സീനറി എന്നൊക്കെ പറയാം നമുക്ക്. ആ മല അത്ര ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മുടെ ചുറ്റും മലയാണ്. നമ്മളിങ്ങനെ ആ മലയിലേക്കാണ് കയറിപ്പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ മുന്നോട്ട് പോകുന്തോറും ഞങ്ങളെല്ലാം എക്സൈറ്റഡ് ആവുന്നുണ്ടായിരുന്നു. മല കണ്ട് നല്ല എക്സൈറ്റഡ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്രത്യേകത, നമ്മുടെ പാലക്കാട് മലമ്പുഴ ഭാഗത്തേക്കുള്ള ആ മല കുറച്ചും കൂടെ പച്ചപ്പ് നിറഞ്ഞതായിരിക്കില്ലേ. എന്നാലും ഇത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. ഞങ്ങൾ എല്ലാവരും കളി തമാശയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഒരേ വൈബാണ്. ഏട്ടനാണെങ്കിലും ഏടത്തിയമ്മയാണെങ്കിലും അമ്മയാണെങ്കിലും. അമ്മയെക്കുറിച്ച് പറയാതെ വയ്യ കേട്ടോ. അമ്മയ്ക്ക് എന്തിഷ്ടം അറിയോ, ഞങ്ങളുടെ കൂടെ ഇങ്ങനെ യാത്ര വരാനും ഞങ്ങളുടെ സന്തോഷങ്ങളിൽ പങ്കുചേരാനും. ഞങ്ങൾ ചിരിക്കുമ്പോൾ അമ്മയും ചിരിക്കും. അമ്മ ഒരു പ്രതിഭാസമാണ്. എൻ്റെ അമ്മ അല്ല കേട്ടോ, എല്ലാ അമ്മമാരും ഒരു പ്രതിഭാസമാണ്. അപ്പോൾ അമ്മയുടെ സന്തോഷം ഞങ്ങളേക്കും നല്ല സന്തോഷം നൽകുന്നുണ്ടായിരുന്നു. നന്നായിട്ട് എനിക്ക് അമ്മ എൻജോയ് ചെയ്യുമ്പോൾ നമ്മളും മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും ചിന്തിക്കും കേട്ടോ. ഇതുണ്ടോ, ഹെയർ പിൻ വളവൊക്കെ തുടങ്ങി കേട്ടോ. എപ്പോഴും ചിന്തിക്കും, എന്തറിയോ, ചെറുപ്പത്തിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നൽകിയിട്ടല്ലേ വളർത്തണത്. അതേട്ടോ, നന്നായിട്ട് നല്ല എല്ലാ ആവശ്യങ്ങളും നൽകി എന്നെ ഏട്ടനെയും ഒട്ടും സങ്കടപ്പെടുത്താതെയാണ് അമ്മയും അച്ഛയും ഞങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എന്ത് നൽകിയാലും ഞങ്ങൾക്ക് മതിയാവില്ല. അമ്മ ഒരു സ്പെഷ്യലാണ്. ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് വളരെ എല്ലാവർക്കും സ്പെഷ്യലാണ്. ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ്. സൂര്യൻ ചാഞ്ഞു തുടങ്ങി. ഇത് കണ്ടോ, പഴനി ടൗണാണ് കേട്ടോ. നമ്മൾ മേലെ എത്തിയിട്ടോ, അതുകൊണ്ട് പഴനി ടൗണ് കാണുകയാണ്. അങ്ങനെ ഞങ്ങൾ ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. അത് നിമ്മി, ഞാൻ, അമ്മ, പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ ആയി. അങ്ങനെ ഇതാണ് പിന്നിൽ പഴനിയാണ് കാണുന്നത് കേട്ടോ. ഇത്തിരി തണുപ്പ് തുടങ്ങിയത് കൊണ്ട് ചായയും ഒരു വാഴയ്ക്കാപ്പവും കഴിക്കാമെന്നും പറഞ്ഞ് കഴിച്ചു. ഞാൻ ജീവിതത്തിൽ കഴിച്ച ഏറ്റവും സ്വാദുള്ള വാഴയ്ക്ക ബജ്ജിയായിരുന്നു അത്. ഈ ചേച്ചി റോട്ടിൽ കുറേ ഫ്രൂട്ട്സ് വെക്കുന്നുണ്ടായിരുന്നു. ഇത് ഒരു അവക്കാഡോയും പഞ്ചസാരയും കൂടിയിട്ട് മിക്സ് ചെയ്യണം. ആ തണുപ്പത്തത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് തരുമ്പോൾ ഒരു ചെറിയ ഐസ്ക്രീം ടേസ്റ്റ് പോലെ നന്നായിരുന്നു. അവിടെ ഒരു ആമർഫല്ലുണ്ടായിരുന്നു. എന്താണ്ടോ ഇതിൻ്റെ പേരെന്തായിരുന്നു, പാഷൻ ഫ്രൂട്ട്, പേരയ്ക്ക, കൊയ്യാക്ക, പിയർ,
മാങ്ങ, ചെനഞ്ഞ മാങ്ങ അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളതൊക്കെ വാങ്ങി കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു. ചേച്ചി ഞങ്ങളോടും, ചേച്ചിയും പൊളി നല്ല വൈബായിരുന്നു ഞങ്ങളുടെ കൂടെ തന്നെ. ചേച്ചി നല്ല എൻജോയ് ചെയ്തു. പാഷൻ ഫ്രൂട്ടൊന്നും ഒരു തുള്ളി പഞ്ചസാര ഇല്ലാണ്ടാണ് ഞങ്ങൾ കഴിച്ചത്. അത്ര രസമായിട്ടാണ് കഴിച്ചത്. കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. കൊടൈക്കനാൽ എത്തി കേട്ടോ. കൊടൈക്കനാലിൽ ഞങ്ങളെ കാത്തൊരു ആതിഥേയനുണ്ടായിരുന്നു. തരൂരിലെ ആളാണ് അദ്ദേഹം. അവിടെ നല്ല സെറ്റിലാണ്. അദ്ദേഹമാണ് ഞങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കിയിരുന്നത്. അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലെത്തി. ആ ചേട്ടനോടുള്ള നന്ദി ഈ വീഡിയോയിൽ രേഖപ്പെടുത്തുകയാണ്. അവരത്രയും ഞങ്ങളോട് ഹെൽപ്ഫുള്ളായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഭക്ഷണം മുഖ്യം ബിഗിലെ. ഞങ്ങളുടെ ട്രിപ്പുകളെല്ലാം ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാവുക. ഞങ്ങൾ രാത്രി ഭക്ഷണമാണ് ഫ്രൈഡ് റൈസ്, നിമ്മി മുട്ട റോസ്റ്റ്, പിന്നെ ഒരു ബ്രെഡ് എന്തോ വാങ്ങിയിരുന്നു, പൊറോട്ടയാണോ എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ചെയ്തു ബട്ടർ നാനും തന്തൂരി ചിക്കനും ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫുൾ ഷവായ വാങ്ങിയിരുന്നു. നല്ല യാത്രയായിരുന്നു ഇന്നത്തെ ദിവസം. അങ്ങനെ കഴിഞ്ഞു. നാളെ വീണ്ടും വരാം.